ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും തനൂസിൻ്റെ ചെറിയ വലിയ ലോകത്തേക്ക് സ്വാഗതം. തനൂസ് വേൾഡിൽ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം നമ്മുടെ കിച്ചൺ വേസ്റ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കിച്ചൺ വേസ്റ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഈ ഒരു ബൊക്കാഷി ബക്കറ്റ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബൊക്കാഷി ബക്കറ്റാണ്. അതിൻ്റെ വിവരങ്ങൾ കാണാം. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് വീടിൻ്റെ സൈഡിലായിട്ടാണ്. പറ്റുമെങ്കിൽ മഴ പെയ്താലും നനയാതെ വെക്കാൻ പറ്റിയ സ്ഥലത്ത് വെച്ചാൽ അത്രയും നല്ലത്. 3 തട്ടായിട്ടാണുള്ളത്. 3 ബക്കറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ഈ ബൊക്കാഷി വരുന്നത്. പൊടിയരിച്ച് ഇരിക്കുകയാണ്. സോ ഞാൻ ഓരോ തട്ടും കാണിക്കാം. നമുക്കിത് ഇളക്കാനൊരു സ്റ്റിക്ക് കിട്ടുന്നുണ്ടല്ലോ. സ്റ്റിക്ക് കിട്ടും. ഓൾറെഡി ആക്കി വെച്ചിരിക്കുന്നതായിട്ടുണ്ട്. ഇതിന് ഡേറ്റ്സിൻ്റെ ഒക്കെ കുരുവൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ പൊടിക്കും. ചക്കക്കുരുവൊക്കെ ഇട്ട് വെക്കണേ അതൊക്കെ ഒന്ന് പൊടിച്ച് വരും. ഇതിപ്പോൾ ഒരു 25 ദിവസം കഴിഞ്ഞ കമ്പോസ്റ്റാണ് കേട്ടോ. ഒരു ബൊക്കാഷി ബക്കറ്റിൽ ഫുള്ളി കമ്പോസ്റ്റ് ആയ വളം ഉണ്ടായിരുന്നു. അത് ചാക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിപ്പോൾ ഒഴിഞ്ഞ ശേഷം അതിന് ഞാൻ ഒരു ലെയർ, ഒരു 1 ഇഞ്ച് കനത്തിൽ ഇനോക്കുലം ഇട്ട് വെച്ചതാണ് ഈ ബക്കറ്റ്. ഇതിലേക്കാണ് നമ്മളിനി വേസ്റ്റ് ഇടാൻ പോകുന്നത്. വേസ്റ്റ് ഫില്ലായ ശേഷം നമ്മൾ ഇനോക്കുലം ഇട്ട് മാറ്റി വെച്ച ബക്കറ്റിലുള്ള മാലിന്യങ്ങൾ ഒരു 25-30 ദിവസം, കൃത്യമായി ഒരു 1 മന്ത് കൊണ്ട് തന്നെ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും. അത് ചെടിക്കൊക്കെ ഉപയോഗിക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 10 കിലോ അടുപ്പിച്ച് വെയിറ്റ് അതിനുണ്ടാവും. അടുത്തതിൽ ലാസ്റ്റ് ഇപ്പോൾ ഇട്ട് വെച്ചതാണ്. അത് സെറ്റായിട്ടില്ല, കാണിക്കാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് ഒട്ടും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അപ്പളിൻ്റെയൊക്കെ വേസ്റ്റും എല്ലാം ഉണ്ട്. അതിൻ്റെ മുകളിൽ നോക്കലും വീണ്ടും ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 തട്ടിൽ നമ്മുടെ കയ്യിൽ സാധനമുണ്ട്. അത് മഴ പെയ്തിട്ടൊക്കെ കുറച്ച് വെള്ളമൊക്കെ തെറിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വെള്ളം വീഴാത്ത സ്ഥലത്ത് വയ്ക്കണം ഏറ്റവും സേഫ്. വെള്ളം വീഴുന്നതുകൊണ്ടാണ് പുഴു പോലെ എന്തെങ്കിലുമൊക്കെ വരുന്നത്. വെള്ളത്തിന് നനവില്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രിപ്പേർഡായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇത് ഓൾറെഡി പ്രിപ്പേർഡായി. ഇനിയും കുറച്ചുകൂടി വെച്ചിട്ട് നമുക്കെടുക്കാം. ഈ ഒരു തട്ടിൽ സാധനം ഇനിയും ഇടാൻ പോകുന്നതേ ഉള്ളൂ. ഒരു 1 ഇഞ്ച് അടുപ്പിച്ച് ഇനോക്കുലം ഇട്ടിട്ട് വെച്ചിരിക്കുന്നു. മീൻ ഉൾപ്പെടെയുള്ള മീനിൻ്റെ വേസ്റ്റ് ഉൾപ്പെടേണ്ട ഞാൻ അതിലേക്ക് ഇടാണ്. നമുക്ക് മാക്സിമം വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ ചെയ്താൽ നല്ലത്. നമ്മുടെ കയ്യിൽ ഇതുപോലൊരു സ്റ്റിക്ക് ഉണ്ടാവും. കുറച്ച് വേസ്റ്റ് ഉണ്ട്. മാംഗോയുടെ പേരും മീനിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മളൊന്ന് നിരത്തി കൊടുക്കാം. ഇതുപോലെ ചാക്കിലാണ് ഇനോക്കുലം വരുന്നത്. 9 കിലോഗ്രാമിൻ്റെ ഒരു ബാഗായിട്ടാണ് വരുന്നത്. അപ്പം ഞാനിത് പൊട്ടിച്ച് കാണിക്കാം, എങ്ങനെയാണ് ഇനോക്കുലം ഉണ്ടാവുകയെന്ന് കാണിക്കാം. നമ്മൾ ആ ചാക്കിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റമാണ്. കണ്ടോ, ഇതാണ് ഇനോക്കുലം ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു സംഭവം നമ്മൾ വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ചകിരിച്ചോറും ഇതെന്തൊക്കെ ചേർത്തിട്ടുണ്ട്. then നമുക്ക് അതിലേക്ക് ഇടാം. നമുക്ക് എന്തായാലും ഈ സംഭവം ഇടാം. അപ്പോൾ ബക്കറ്റിലേക്ക് വേസ്റ്റ് ഇട്ട ശേഷം ഇതുപോലെ ഇനോക്കുലം ഇട്ട് വേസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇടുക. ഇപ്പം മീനിൻ്റെ വേസ്റ്റ് ആണെങ്കിലും പച്ചക്കറിയുടെ വേസ്റ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ ഇടുക. 3-4 പിടിയൊക്കെ ഇടുമ്പോഴേക്കും ഇതുപോലെ ഫിനിഷ് ആവും. ശേഷം ബക്കറ്റ് അടച്ചു വയ്ക്കുക. ഇനി അടുത്ത ദിവസം വേസ്റ്റ് ഇടുന്നതിന് മുന്നേ വേസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വേസ്റ്റ് ഇട്ടിട്ട് ഇനോക്കുലം ഇടുക. ബക്കറ്റ് നിറയുന്നത് വരെ ഇങ്ങനെ ചെയ്യാം. മുൻപ് വേറൊരു ഇനോക്കുലം യൂസ് ചെയ്തിരുന്നപ്പോൾ ഇതുപോലെ സ്ലറി വരുന്നുണ്ടായിരുന്നു. അന്നേരം ഒരുപാട് പുഴുക്കളും ഉണ്ടാവുന്നുണ്ടായിരുന്നു. അത് അത്രയും പെർഫെക്റ്റായിട്ട് തോന്നിയിരുന്നില്ല. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് തോന്നിയത് ഈ ഇനോക്കുലം യൂസ് ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം, ഈ സ്ലറിയും ചെടികൾക്ക് യൂസ്ഫുള്ളാണ്. വെള്ളം ചേർത്ത് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഇതിപ്പം വളമാക്കി മാറ്റി വെച്ച ഐറ്റമാണ് കാണിക്കാം. ഇതിപ്പം ഇതിൻ്റെ ഒരു അവസ്ഥ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ഒട്ടും കൈ കൊണ്ടെടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടൊന്നും. ഇതിൽ മുട്ടത്തോടും മരച്ചീനിയുടെ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഉണ്ടോ, ഇഷ്യൂല്ല. ഞാനിത് വേണമെങ്കിൽ ഒരു ഇതിലേക്ക് വെച്ച് കാണിക്കാം. നമുക്ക് കിട്ടിയതാണ്. അതിൽ മുട്ടത്തോടൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. ഉണ്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമുക്ക് കൈ കൊണ്ട് എടുക്കാനൊരു ബുദ്ധിമുട്ട് വേണ്ട. നനവോ ഈർപ്പമൊന്നുമില്ല. കണ്ടോ, ഇതിലിപ്പോൾ ഈ കാണുന്നത് മുട്ടത്തോടാണ്. കണ്ടോ, പിന്നെ മുട്ടത്തോട് കുറച്ച് പൊട്ടിയിട്ടില്ല. അല്ലാത്ത ഐറ്റംസൊക്കെ എല്ലാം നല്ല സൂപ്പർ വളമായിട്ടുണ്ട്.
പുഴുവോ അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ ഇതിൽ നമ്മുടെ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു അതൊക്കെ അതുപോലെ തന്നെ അതിനകത്തുണ്ടാവും. മരച്ചീനിയുടെ തോടൊക്കെ അതുപോലെ ഉണ്ടാവും. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ കുരു ഇതിൻ്റെ അത് നന്നായിട്ട് പൊടിച്ച് ഇതാക്കുന്നുണ്ടാവും. ചാക്കിൽ നിന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കണ്ടോ, നമുക്ക് കിട്ടിയ ഐറ്റം നല്ല അടിപൊളി വളമാണ്. ഇതിട്ട് സെറ്റായ കുറച്ച് ചെടികളൂടെ കാണിച്ചു തരാം. ഒക്കെ മൾബറി ഇതിൽ ഒരു കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ ഇതൊക്കെ നമ്മളതെ ഈ നമ്മളുണ്ടാക്കിയ ഈ വളം ഇട്ട് കൊടുത്ത ശേഷം കേട്ടോ, വളം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നോക്കിയാലത് നല്ലൊരു വളമാണ്. അതിട്ട ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സപ്പോട്ട ഇതിലൊക്കെ ഇത് വളം ഇട്ടേക്കാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ചുകൂടി. അത് ഓൾറെഡി ചെയ്ത് വെച്ചതിൽ നിന്ന് ഇട്ടതാണ്. നല്ല വളമാണ്. പിന്നെ ഇതിനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചെടികളെല്ലാം വെയിലടിച്ച് കുറച്ചൊന്ന് വാടി നിൽക്കുകയാണ്. എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. ലെമൺ വൈനാണ്. വേറൊരു എന്താ ഇവിടെ ടോണിയൊക്കെ പക്ഷെ ഓറഞ്ചൊക്കെ നമുക്കിത് കായുണ്ട്, കണ്ടാൽ അറിയാൻ പറ്റും. ഇതിലൊക്കെ നമ്മൾ വളം ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, കാണിച്ചു കൊടുക്കുമ്പോൾ അതിനൊന്ന് അടുത്ത് കൊണ്ടുപോവാ. സ്പൂണിലേക്ക് ഒന്ന് കോരിയിട്ടൊന്ന് കാണിച്ച് കണ്ടോ. ഏറ്റവും നല്ല സൂപ്പർ സാധനമാണ്. അഞ്ചി കാണിച്ചു കൊടുത്ത് കണ്ടോ. ഇനി ഇടണ്ട പോനെ, അതെവിടെയൊക്കെ വീണ് പോവാ. അത് കൊണ്ടുപോവാ, വളം കൊണ്ടുപോവാ. നമുക്ക് നമ്മുടെ സപ്പോർട്ടൊക്കെ തന്നെ നിട്ട് കാണിച്ചു കൊടുക്കാം. പോട്ടെ പതുക്കെ. അതെ ഇങ്ങനെ ഇട്ടു. എന്താ നമുക്കതൊന്ന് തന്നെ മോനെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇട്ട് കഴിഞ്ഞിട്ടോ. നല്ലൊരു സംഭവം കണ്ടോ. അപ്പോൾ അപ്പം ഇവർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് മാനേജ് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗമാണ്. അപ്പം ഒട്ടും ടെൻഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.